ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു യേശുക്രിസ്തുവിനെ മംഗോൾ ഭരണാധികാരിയായ ചെങ്കിസ് ഖാനുമായി താരതമ്യം ചെയ്തത് വലിയ വിവാദങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും വഴിവച്ചിരിക്കുകയാണ്. ഒരു വാർത്താസമ്മേളനത്തിനിടെ ചരിത്രകാരനായ വിൽ ഡുറാന്റിനെ ഉദ്ധരിച്ചുകൊണ്ട് ചരിത്രം പരിശോധിച്ചാൽ യേശുക്രിസ്തുവിന് ചെങ്കിസ് ഖാനേക്കാൾ പ്രത്യേക നേട്ടങ്ങളൊന്നുമില്ല എന്ന് നെതന്യാഹു പ്രസ്താവിച്ചു. ലോകത്ത് തിന്മയെ നേരിടാൻ കേവലം ധാർമ്മികത മാത്രം പോരെന്നും ശാരീരികമായ കരുത്തും അധികാരവും അത്യാവശ്യമാണെന്നുമാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. കരുത്തരായ ശത്രുക്കൾക്ക് മുന്നിൽ സമാധാനവാദികൾക്ക് നിലനിൽപ്പില്ലെന്ന വാദമാണ് അദ്ദേഹം ഉയർത്തിയത്. ക്രൈസ്തവ വിശ്വാസികൾക്കിടയിൽ ഈ പ്രസ്താവന വലിയ അമർഷമുണ്ടാക്കി. യേശുവിനെ ക്രൂരനായ ഒരു ഭരണാധികാരിയുമായി താരതമ്യം ചെയ്തത് ഈശ്വരനിന്ദയാണെന്ന് പലരും ആരോപിച്ചു. തന്റെ വാക്കുകൾ തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ടതാണെന്നും യേശുവിനെ അവഹേളിക്കാൻ താൻ ഉദ്ദേശിച്ചിട്ടില്ലെന്നും നെതന്യാഹു പിന്നീട് വ്യക്തമാക്കി. ഇസ്രയേലിൽ ക്രിസ്ത്യാനികൾ സുരക്ഷിതരാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇറാനുമായുള്ള സംഘർഷം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇസ്രയേലിന്റെ സൈനിക നടപടികളെ ന്യായീകരിക്കാനാണ് അദ്ദേഹം ശക്തിയാണ് പ്രധാനമെന്ന തരത്തിലുള്ള ഈ ഉദാഹരണം നൽകിയത്. ചുരുക്കത്തിൽ, ധാർമ്മികതയേക്കാൾ കരുത്തിനാണ് ലോകത്ത് പ്രസക്തി എന്ന വാദം സ്ഥാപിക്കാൻ യേശുവിനെ ഉദാഹരണമാക്കിയത് ആഗോളതലത്തിൽ വലിയ ചർച്ചകൾക്ക് കാരണമായി മാറിയിരിക്കുകയാണ്.